ദൈവവേദനെ ഈ വടിയുടെ മേലെയും ഒരദൃശ്യമായ ദൈവത്തിന്റെ കരമുണ്ട്. ഇന്ന് പകൽക്കാലം അതിര് കടന്നു എന്നുന്ന മോശെ ഇന്ന് പകൽക്കാലം കരത്തിലിരിക്കുന്ന വടി നീട്ട്, അതിന്മേൽ എന്റെ കരമാണ് അതിന്റെ മീതെ ഉയർന്നു നിൽക്കുന്നത്. സ്തോത്രം. വടി നീട്ടി ചെങ്കടൽ രണ്ടായി. സ്തോത്രം. ചെങ്കടൽ രണ്ടായി നമ്മൾ കാണുന്നത് അപ്പുറത്ത് ഇച്ചിരി മുമ്പോട്ട് കടന്നു എന്നു. പ്രശ്നങ്ങളെല്ലാം നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം. അവിടേക്കൊന്നും കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും, മോശെ നിന്റെ ശുശ്രൂഷയൊക്കെ മതി, ലേവി പുത്രന്മാരെ മതി മതി, നിങ്ങൾ വിശുദ്ധന്മാരാ, ഞങ്ങൾ സമ്മതിച്ചു. സഭ സകലതും എന്താ? വിശുദ്ധന്മാരാ. നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾക്ക് ഈ ശുശ്രൂഷയൊക്കെ പറ്റുള്ളൂ, തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി അച്ചടിച്ചിറക്കി വിട്ടേക്കല്ലെന്നൊക്കെ പറയുമ്പം മോശയോട് പറഞ്ഞു, കോരഥും അഭിരാം ദാദ ഇവരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു, ഈ ശുശ്രൂഷ ഞങ്ങൾക്കും ചെയ്യണം. 12 ഗോത്രക്കാരും ഒരുമിച്ച് പരിപാടി നടത്തിയപ്പം തമ്പുരാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്ത് വിലയൊക്കെ ചെയ്യട്ടെ. അപ്പോ നമുക്കറിയാം, ആദ്യം ദൈവം തമ്പുരാൻ പറഞ്ഞു ദൈവസന്നിധി ധൂപം കാണിക്കാൻ. അപ്പോഴങ്ങനെ കാണിച്ചത് മുഖാന്തരമായി ഒരു വലിയ പുരുഷാരം 14,700 വരുന്ന ജനസംഖ്യ മുഴുവനും വെണ്ണീറായി തീർന്നു. ദൈവത്തിന്റെ ന്യായവിധി അവിടെ ഇറങ്ങി. ദൈവം അജ്ഞാനി കത്തിച്ചത് മുഖാന്തരമായി ജീവജനത്തെ ദൈവം വെറുത്തു. അടുത്ത രണ്ടാമത് തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ 11 ഗോത്രക്കാരല്ലേ ഇപ്പം മല്ല് പിടിച്ചോണ്ടിരിക്കുന്നേ, 12ാമത്തെ നീ ആണല്ലോ. ഈ 11 ഗോത്രക്കാരുടെ മൂപ്പന്മാരോട് പറയണം, നല്ല ഓരോ വടി എടുത്തോണ്ട് എവിടെ വരണം, സമാഗമന കൂടാരത്തിൽ ഞാൻ വെളിപ്പെടുന്ന സാക്ഷ്യത്തിന്റെ കൂമ്പാരത്തിങ്കൽ വരണം. ഇത് പറഞ്ഞപ്പോ മോശ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ 11 വടിയുമായിട്ട് ഓരോ ഗോത്രത്തിന്റെ പേരെഴുതിക്കൊണ്ട് എന്ത് ചെയ്യണം, വടിയുമായിട്ട് പോന്നോളാം പറഞ്ഞു. അടുത്ത വാക്ക് നമ്മൾ വായിക്കുന്നത്, ഈ ലേവിയ ഗോത്രത്തിന്റെ വടിയുമേൽ അഹരോനുള്ളതെന്ന് എഴുതണം. ഈ എഴുതി വെച്ചിട്ട് മോശയോട് ദൈവം പറഞ്ഞു, ഈ ശുശ്രൂഷ, ഈ പൗരോഹിത്യ ശുശ്രൂഷ ഇതാര് തുടരണമെന്ന് ഞാൻ ഒരു അടയാളം തരാം. ഏത് വടി പൂക്കുന്നോ അവൻ എന്ത് ചെയ്യണം, ഈ ശുശ്രൂഷ ഏൽക്കണം. ഇത് കേട്ട് ഈ 11 ഗോത്രക്കാർ ഓടിച്ചെന്ന് എനിക്കൊന്ന് അവിടെ കടന്ന വടിയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് കാണും കേട്ടോ. ഈ വടിയെല്ലാം വെട്ടി സാക്ഷ്യകൂമ്പാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അടുക്കി വെച്ചു. അതിന്റെ കൂടെ വായിക്കുന്ന ഈ അഹരോന്റെ വടി ഉണ്ടായിരുന്നു. ഈ വടിയെല്ലാം വെച്ച് പോകുമ്പോൾ നമുക്കൊരാശയം കൂടെ ചിന്തിക്കാം. ഒരു 11 ചെറിയ കാർഡ്ബോർഡ് വർക്ക് ചെയ്ത ചെറിയ ഒരു പാളികളാക്കി അങ്ങ് മാറ്റാം. ഇതിന്റെ അകത്ത് ഓരോ വടിയും വെച്ചിട്ട് ഡോർ അടച്ച് അങ്ങനെ 11 വടി, അല്ലെ പിന്നെ അടി ഉണ്ടാകുമല്ലോ. സ്വത്രം ഞങ്ങളുടെയാന്ന് പറയും. നമ്മളൊക്കെ അങ്ങനെ ആദ്യം ഞങ്ങളുടെയാന്ന് പറയും. ആദ്യം ഓരോ വടികളും ഓരോ സ്ഥലത്ത് വെച്ച്, അത് ബൈബിളിലില്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അടച്ചു വെച്ചു, എല്ലാരും പോയി. അപ്പം നിർണായകത്തിന്റെ ഒരു രാത്രി കടക്കണം. നമ്മുടെ വചനത്തിന്റെ ചിന്ത അതാണ്, ഒരു നിർണായക ദിവസം. സ്തോത്രം. നാളെ രാവിലെ എന്ത് സംഭവിക്കും എന്ന് വ്യക്തമായി അറിയത്തില്ല. സ്തോത്രം. എന്നാൽ മോശയ്ക്കും അഹരോനും അറിയാം, അവിടെ വ്യക്തമായ ഒരു ദൂത് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, തളിർക്കുന്ന വടി എന്ത് ചെയ്യും, ഭവിക്കും. അപ്പോൾ ഈ ഒരു ദൂത് തമ്പുരാൻ മോശയോടും പറഞ്ഞു, അഹരോനോടും പറഞ്ഞു, ഇവരിങ്ങനെ മാറി എല്ലാവരും കൂടാരത്തിലേക്ക് പോകുന്ന വഴി. മോശയും അഹരോനും ഒക്കെ പോകുമ്പോ ഈ വഴി കൂടെ നടന്നു പോകുമ്പോ കൈ വടിയില്ലാതെ പോന്നെ. അപ്പൊ അടുത്ത് കണ്ട ചാക്കോച്ചാൻ ചോദിച്ചു, മോസസ് വടി എന്തി? അപ്പൊ മോശ പെട്ടെന്ന് നോക്കി, വടി എന്തി? വടിയില്ല. അപ്പൊ മുമ്പോട്ട് പോകുമ്പോ ആരും ചോദിച്ചു, അയ്യോ സഹോദര, എപ്പോഴും കൈ വടി പിടിച്ചോണ്ടൊക്കെ വടിയില്ല. അപ്പൊ കയ്യിലേക്ക് നോക്കുമ്പോ എന്തോ ഒരു വലിയ ശൂന്യത ഈ ഭക്തനായിരിക്കുന്ന മനുഷ്യന് മനസ്സിലാക്കാൻ തുടങ്ങി. കൂടാരത്തിൽ ചെന്ന് കഴിഞ്ഞ് എപ്പോഴും ഈ വടി കയ്യിലുണ്ടല്ലോ, നമ്മൾ വായിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഈ എന്തോ ഒരു കുറവ് തന്റെ കയ്യിൽ കാണുകയാ. കൂടാരത്തിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോൾ മോശയ്ക്ക് എന്തോ ഒരു കുറവ് പോലെ അനുഭവിക്കപ്പെടുമെങ്കിലും ദൈവത്തോട് നിലവിളിച്ച്, ദൈവസഭയെ ദൈവം മുമ്പിൽ മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിച്ച്, കർത്താവ് നിന്റെ പദ്ധതി അവിടെ ചെയ്യണം. 3 കൂട്ടര് അവിടെ നിപ്പുണ്ട്. ഞങ്ങൾക്കില്ലേലും കുഴപ്പമില്ല, പുള്ളിക്ക് വേണ്ട. മറ്റൊരു കൂട്ടര് പറയുന്നത്, സാരമില്ല, ഞങ്ങൾക്ക് ആ ശുശ്രൂഷ എന്ത് ചെയ്യണം. അപ്പം കുറച്ചു പേര് പറഞ്ഞ്, അത് പുള്ളി ചെയ്യട്ടെ, ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ശുശ്രൂഷ നിയോഗമല്ല, അതങ്ങ് ചെയ്തോട്ടെ. അങ്ങനെ 3 കൂട്ടര് മാറി നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഭക്തനായിരിക്കുന്ന മോശയും അഹരോനും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കുക. നമ്മുടെ ജീവിതത്തിൽ സ്ഥിരം ഉപയോഗിച്ചു വരുന്ന ഒന്ന് നമ്മുടെ കയ്യിലില്ലെങ്കിൽ എന്തോ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്ന പോലെ ഇവർക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം, എന്തൊക്കെയോ ഒരു നഷ്ടം. ഇനി നമുക്ക് ആ സാക്ഷ്യ കൂടാരത്തിലേക്കൊന്ന് ചെല്ലാം.
11 വടിക്ക് നടുവിൽ 12ാമത്തെ വടി ലേവ്യ ഗോത്രത്തിന്റെ അഹരോന്റെ പേരെഴുതിയ ഒരു വടി. ഈ വടികളുടെ എല്ലാം നടുവിലിരിക്കുമ്പോൾ, ഈ വടികൾ ഒട്ടും കുറവുള്ള പുള്ളികളൊന്നും അല്ല കേട്ടോ, ഇവരെല്ലാം അവിടെ ഈ വടിയെല്ലാം കൂടെ ചോദിച്ചു, ഇങ്ങടാ ഉണങ്ങിയ വടിയെ നോക്കിയിട്ട്, മോശയുടെയും അഹരോന്റെയും വടിയായി ഉണങ്ങിയ വടിയെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ യജമാനന്മാർക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഞങ്ങളെ കുറിച്ച്. സ്തോത്രം. ഒരു പ്രതീക്ഷയുണ്ട്. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോഴും വെട്ടിക്കൊണ്ട് വന്ന വടിയ പച്ചപ്പ് ഞങ്ങളിലുണ്ട്. ഒന്ന് കുഴിച്ചു വെച്ചാൽ വളരുന്ന ഒരു അനുഭവം എന്തുണ്ട് ഞങ്ങൾക്കുണ്ട്. ഒരു കിളിർപ്പ് ഞങ്ങളിൽ പ്രതീക്ഷിക്കാൻ കഴിയും. നിന്നെ സംബന്ധിച്ച് കിളിർപ്പ് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, ഉണങ്ങിപ്പോയി. അപ്പം അടുത്ത ചോദ്യം അവര് പറഞ്ഞു, ഇനിയും അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഉരുവിട്ടിട്ട് പറഞ്ഞു, ഞങ്ങളുടെ യജമാനന്മാർക്ക് പ്രയോജനമുള്ള വടികളാണ്. നീ നോക്കിക്കേ, ഇപ്പോഴും നല്ല പച്ച അനുഭവം ഞങ്ങൾക്കുണ്ട്, കറ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പം മോശയുടെ വടി ഇങ്ങനെ കയ്യും കെട്ടി തലയും താഴ്ത്തി ഇങ്ങനെ സഭാഹാളി വന്ന് ഉറക്കം തൂങ്ങിയിരിക്കുന്ന വിശ്വാസികളെ പോലെ ഉറക്കം തൂങ്ങിയിരിക്കുമ്പം ഇവരെല്ലാം വിചാരിച്ചു ഇപ്പം ഏതാണ്ടൊക്കെ ചെയ്യാൻ പോവാണെന്ന് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോശയുടെ വടി പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ, എല്ലാം ശരിയാ, നിങ്ങൾ പറഞ്ഞില്ലേ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ശരിയാ, ഞാൻ ഉണങ്ങിയ വടിയാ, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ ശരിയാന്നേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാന് ഒരു മരത്തിലായിരുന്നപ്പം കായ്ക്കുവാൻ ഒരു കാലം എനിക്കുണ്ടായിരുന്നു, പൂക്കുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു, ഫലം പുറപ്പെടുവിക്കുന്ന ഇങ്ങനെ 3 കാലം, പൂക്കുന്ന കാലം, കായ്ക്കുന്ന കാലം, ഫലം പുറപ്പെടുവിക്കുന്ന 3 കാലങ്ങൾ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ഈ മനുഷ്യൻ വന്ന് എന്നെ വെട്ടിയെടുത്ത നാഴിക എന്റെ ജീവിതത്തിലെ ഫലങ്ങൾ അവസാനിച്ചുവെന്ന് ഞാൻ വിധി പറഞ്ഞതാ. ഇനിമേൽ ഒരിക്കലും ആ വളർന്നു വന്ന മരത്തിന്റെ ഒരു ഫലം എന്നിൽ നിന്ന് പുറത്തു വരികയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ മനുഷ്യൻ എന്നെ കോതി അതിന്റെ തൊലി പൊളിച്ചു കളഞ്ഞ്, പദാംബൃക്ഷത്തിന്റെ കൊമ്പിന്റെ ഈ തൊലി പൊളിച്ചു കഴിയുമ്പോൾ ചുമന്ന തൊലി വരും. ചുമന്ന തൊലി പൊളിച്ചു കഴിയുമ്പോഴാണ് വെള്ള കാണുന്നത്. അപ്പൊ വെള്ള കാണുമ്പോൾ എന്ത് ചെയ്തു, ഇതിന്റെ തൊലി ഉരിഞ്ഞു വരും. ഈ വടിയുടെ മറ്റൊരു പ്രത്യേകത, ഈ വടി ഉപയോഗിക്കുന്ന മനുഷ്യനെ ഒരടി കൂടെ ഉയരത്തി നിൽക്കണം ഈ വടി. അപ്പൊ ചരിത്രം പഠിച്ചു വരുമ്പോൾ ഈ വടി ആരുടെയെങ്കിലും പക്കലുണ്ടെങ്കിൽ ജനസമൂഹത്തിന് നടുവിൽ അവൻ പ്രത്യേകമായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഭവനത്തിന്റെ അകത്ത് അവൻ ഒരു വ്യക്തി കൈമാറപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. മാത്രമല്ല ഈ വടിയുടെ പ്രത്യേകത ഇവനൊരു ഇടയനും കൂടെ ആയിരിക്കും. അങ്ങനെ ഈ വടിയുടെ പ്രത്യേകതകളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ ഈ വടി പറഞ്ഞു, അയ്യോ ഉണങ്ങിപ്പോയ ഒരു അനുഭവം. നീണ്ട 40 വർഷത്തിന് മുമ്പേ എന്നെ വെട്ടിയെടുത്തപ്പോഴെന്റെ ഫലങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കൊരു ദൂത് കൂടെ പറയാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ നോക്കുമ്പോൾ കുഴിച്ചു വെച്ചാൽ നിങ്ങളുടെ യജമാനന്മാർക്ക് ഒരു പ്രതിഫലം, എന്നാൽ എന്റെ യജമാനെന്ന് ഒരു കിളിർപ്പനിൽ നിന്ന് പറ്റത്തില്ല. എന്നാൽ എന്റെ ജീവിതത്തിൽ എന്നെ വെട്ടിയെടുക്കുന്നതിന് മുമ്പ് കായ്ക്കുകയും പൂക്കുകയും പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന 3 കാലമുണ്ട്. എന്നാൽ ഇന്നുവരെ നിങ്ങൾക്കില്ലാത്ത ഒരു അനുഭവം എനിക്ക് പറയാൻ, ഉണങ്ങിയ വടിയെന്ന് പറഞ്ഞ് തള്ളിക്കളയ പറ്റത്തില്ല. കാരണം എനിക്ക് മുമ്പിൽ ഒരു ചെങ്ക വഴി മാറിയിട്ടുണ്ട്. ഇന്നലെ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞ് മറ്റുള്ള ചെയ്യുമ്പോൾ നിന്റെ ശുശ്രൂഷകരുടെ പരിധിയെ കണ്ട്, പരിസ്ഥിതികൾ കണ്ട് നിന്നെ തള്ളിക്കളയുമ്പോൾ ഇന്ന് മകൾ ഭയപ്പെടേണ്ടതില്ല. നിനക്ക് മുമ്പിൽ ചെങ്കലിനെ വെട്ടിമാറ്റുക കഴിവുള്ള ഒരു ദൈവത്തിന്റെ ബലമേറിയ കരത്തിനത്രേ ഇന്ന് മകൾ നിന്നെ അവൻ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞ ചോദ്യത്തിന് 1ാമത്തെ ഉത്തരം പറഞ്ഞപ്പോ ഒരു 5 മാറി. ഇനി ഞങ്ങളില്ല. സ്തോത്രം. അടുത്ത 5 കൂടെ നിൽക്കുക. അപ്പൊ 5 പറഞ്ഞു, ഇന്ന് വരെ അഖിലാണ്ടത്തിൽ ഒരു വടിക്ക് മുമ്പിലും ഒരു പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടിട്ടില്ല. സ്തോത്രം. എന്നാൽ ഇന്ന് വരെ ഒരു വടിയുടെ മുമ്പിൽ അല്ലയോ ഒരു പാറയിൽ നിന്നും ജലം പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും എന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതി അറിയാം. ഉണങ്ങിപ്പോയെന്ന് വിചാരിച്ചപ്പോ ദൈവജനം വെള്ളത്തിന് വേണ്ടി അലഞ്ഞപ്പോ എന്നെ മോശ കയ്യിലെടുത്ത് ഒരു പാറമേൽ അടിച്ചപ്പോ വെള്ളം പുറപ്പെട്ടു. ഇന്ന് പകൽക്കാലം ഞാൻ മരത്തിലായിരുന്നെങ്കിൽ പൂക്കുവാനും കായ്ക്കുവാനും ഫലം പുറപ്പെടുവിക്കുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. വെട്ടിമാറ്റിയപ്പോൾ ഞാൻ വിചാരിച്ചു ഫലങ്ങൾ അവസാനിച്ചുവെന്ന്. എന്നാൽ ഫലങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ സാധാരണ ഫലമല്ല, അസാധ്യമായ ഒരു പ്രവൃത്തിയാണ് അവൻ എന്നെ ചെയ്തത്. ഇന്ന് പകൽക്കാലം ദൂത് മനസ്സിലാകുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ വെളിവാകാത്ത ഒരു മഹാപദ്ധതിയാണ് ദൈവം നിന്നിലൂടെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കേൾക്കപ്പെടുമ്പോൾ എത്ര പ്രിയപ്പെട്ടവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്.
സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ദൂത് ശ്രമിക്കുന്ന ദൈവമൈതലേ, ഞാനും നിങ്ങളുമൊക്കെ ആയിരുന്ന സ്ഥാനത്തായിരുന്നെങ്കിൽ ഗൾഫിൽ പോകായിരുന്നു, അമേരിക്ക പോകായിരുന്നു, 10 കാശുണ്ടാക്കാൻ അല്ലെ, എല്ലാ പരിപാടികൾക്കൊക്കെ പോകാം. പക്ഷെ തമ്പുരാൻ പിടിച്ചെടുത്ത നാഴികയിൽ ആ പ്രതീക്ഷ മുഴുവനും അസ്തമിച്ചതാ. പക്ഷേ ആ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടും മറ്റൊരു ഫലം നമ്മിലൂടെ പുറത്തു വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഒരു വടിക്കുമില്ലാത്ത ഒരു ഫലം നിന്റെ മേൽ പുറപ്പെടുവിക്കുക എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. കൂട്ടുകാരിൽ ഫലമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത ദൈവം ഇന്ന് പകൽക്കാലം ചിലതിനെ മാറ്റി എഴുതാൻ പോകുകയാ. ഫലമില്ലെന്ന് പറഞ്ഞ്, പറ്റിപ്പോയെന്ന് പറഞ്ഞ്, ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ദൈവത്തില് മറ്റാർക്കുമില്ലാത്ത ഒരു അഭിഷേകം നിന്റെ മേൽ പകരുക. സേവിക്കുന്ന ദൈവത്തിന് ഇന്ന് പകൽക്കാലം കഴിയുമെന്ന് എത്ര പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഫലം പുറപ്പെടുവിക്കത്തില്ല. അപ്പൊ അങ്ങനെ ആ സാഹചര്യങ്ങളൊക്കെ മാറി. പിന്നെ ഈ 11 പുള്ളികളും ഒരു സൈഡിൽ കസേരയൊക്കെ ഇട്ട് മാറിയിരുന്നു. ഇനി ഞങ്ങൾ തർക്കിക്കാനില്ല. പിന്നെ ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ ഇരിക്കുമല്ലേ, നാളെ രാവിലെ അവര് സാക്ഷി കൂടാരത്തിലേക്ക് വരുമ്പം ബാക്കി കാണിച്ചാ പോലെ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പം രാവിലെ എല്ലാവരും മോശയോട് കൂടെ വന്നു സാക്ഷി കൂടാരത്തിന്റെ മുമ്പിലേക്ക് വന്ന് വാതിൽ തുറക്കാൻ തുടങ്ങി. ഓരോരോ വാതിൽ തുറക്കുമ്പം ചിലതൊക്കെ മറിഞ്ഞു വീഴുന്നുണ്ട്. വാതിൽ തുറന്നു. ഒരു വടികൾക്കും 11 വടിക്കും മാറ്റമില്ല. എനിക്ക് തോന്നേ ഈ അഹരോൻ ഈ മോശയുടെ കയ്യെ കയറി പിടിച്ചിട്ട്, അച്ഛാ സാഹചര്യം വല്ലതും നടക്കൂ. തമ്പുരാൻ പറഞ്ഞു പൂക്കുമെന്നും പുറപ്പെടുവിക്കുമെന്ന് അടയാളം കാണിക്കാന്നൊക്കെ പറഞ്ഞില്ലേ. നമ്മളും അങ്ങനല്ലേ രാവിലെ അല്ലേ, നാളെ അടയ്ക്കാനിരിക്കുന്ന ലോണിന്റെ കാര്യത്തിൽ രാത്രി മുഴുവൻ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയും വരാതിരിക്കുമ്പോ പിറ്റേ ദിവസം രാവിലെ അച്ഛന്റെ കയ്യെ പിടിച്ചിട്ട് കാത്തു കൊടുക്കുന്നതിന് പറ്റി ചോദിക്കുന്നത്, അച്ഛാ വല്ലതും നടക്കുമെന്നാ ചോദിക്കുന്നത് അല്ലേ. ഒന്നും നടക്കുകയെന്ന് നമുക്കും അറിയാം. പക്ഷേ ഈ അഹരോൻ ചോദിച്ചു കാണും, അച്ഛാ വല്ലതും നടക്കുമോ? മോശ പറഞ്ഞു, വിശ്വസിക്കേ. പർവ്വതത്തിൽ ഈ വടിയുടെ മേലൊരു തീ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് വടിയെ കുറിച്ചുള്ള ആലോചന ദൈവം തന്നതാ. സ്തോത്രം. 2, പാറയുടെ മീതെ നിന്നപ്പോൾ ഈ വടി എനിക്കൊരു അടയാളം തന്നതാ. ജനം നിലവിളിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ വലിയ സമുദ്രത്തെ ഭേദിച്ചപ്പോൾ ഒരടയാളം തമ്പുരാൻ എന്നെ കാണിച്ചതാ. അതുകൊണ്ട് ഇവിടെ അവൻ തള്ളിക്കളയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും നമുക്ക് തുറന്നു നോക്കാം. എല്ലാവരും വിശ്വാസം പറയുന്ന എല്ലാ പുള്ളികളും കൂടെ ചേർന്ന് ഈ വാതിൽ തുറക്കുമ്പോൾ അടുത്ത ഒരു ദൂത് കൂടി ഇതിനകത്ത് പരാമർശിക്കുവാൻ എനിക്കുണ്ട്. സ്തോത്രം. അതോടുകൂടെ നമുക്ക് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കാം. സ്തോത്രം. ഈ വടിക്ക് 3 ചോദ്യം നിൽക്കുകയാണ്. 1, മോശയ്ക്ക് ഉത്തരം കൊടുക്കണം. 2, ഈ വടിക്ക് ഉത്തരം കൊടുക്കണം. 3, ഈ 11 ഗോത്രക്കാർക്കൂടെ ഉത്തരം കൊടുക്കണം. 3 ഉത്തരം, 3 ചോദ്യം, 1 ഉത്തരം. അപ്പൊ ദൈവത്തിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. നിലവിളിക്കുന്നതിനും കരയുന്നതിനും മല്ലി പിടിക്കുന്നവനും എല്ലാം കൂടെ ചേർന്ന് ഒറ്റ ഉത്തരവേ തമ്പുരാനുള്ളൂ. അപ്പൊ വടി നീ കുറച്ച് നാളായിട്ട് പറയല്ലേ, ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ പൂക്കാൻ, കായ്ക്കാൻ, ഫലം പുറപ്പെടുവിക്കുവാൻ ഒരവസരം എനിക്കുണ്ടായിരുന്നു എന്ന് ഈ മനുഷ്യൻ എന്നെ വെട്ടിയെടുത്തു. ആ ഒരു അനുഭവം നിലച്ചു പോയി എന്ന് പറഞ്ഞു. ഈ ദൈവ 11 പറഞ്ഞു, ഞങ്ങൾക്കും ഈ ശുശ്രൂഷ ചെയ്യണം എന്നൊരു ദൗത്യത്തോടു കൂടെ അല്ല നിൽക്കുന്നത്. ഭക്തനായിരിക്കുന്ന മോശെ, നീ എന്നോട് അതല്ലേ നിലവിളിക്കുന്നത്, നന്മയ്ക്കായിട്ടൊരടയാളം. സ്തോത്രം. അപ്പൊ 3 ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ ആര് ഈ ശുശ്രൂഷ ചെയ്യുമെന്നാ ചോദിക്കുന്ന ചോദ്യങ്ങൾ. 3 ചോദ്യങ്ങൾക്ക് നടുവിൽ യഹോവയാകുന്ന ദൈവം ഈ തളിർപ്പിനെ നോക്കിട്ട് പറഞ്ഞു, വെട്ടിയെടുത്തുകൊണ്ട് കുഞ്ഞെ, പലപ്പോഴും നിന്നിൽ പോരായ്മകളുണ്ടെന്ന് എനിക്ക് വ്യക്തമായി. അടുത്ത ഒരു കാര്യം കൂടെ പറയാ. എന്താ നിന്നെ പിടിക്കുമ്പോൾ ഒരു വല്ലാത്ത പരിപരിപ്പ്. 40 വർഷമായി എന്നെ കരത്തിൽ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ തഴമ്പ് കൊണ്ട് എന്റെ വടിക്ക് ആ അനുഭവം വന്നിരിക്കുക. നമ്മളിടുന്ന ഒരു 3 മാസം ഇടുന്ന ചെരുപ്പ് ഒരു ദിവസം ഒന്ന് മാറിയിടുമ്പോൾ നമുക്കറിയാമല്ലേ, നമുക്കറിയാം, വ്യക്തമായിട്ടറിയാം. ഇതുപോലെ കരത്തിലിരിക്കുന്ന വടി പറയുക, ഒരുത്തന്റെ കരത്തിലിരുന്നു കൊണ്ട് എനിക്ക് പക്ഷെ ഷെയ്പ്പ് വലിയ ആകൃതി ഒന്നും കാണത്തില്ല. ഉണങ്ങിപ്പോയപ്പോ പിന്നെ കറുത്ത കളറാണല്ലോ, നമ്മളെപ്പോലൊക്കെ ഉള്ള കളർ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ വടി പറയുക, അവന്റെ കരം എന്നെ സ്പർശിച്ചപ്പോൾ അവന്റെ കരത്തിലെ അടയാളം എന്റെ മേലൊന്ന് വരച്ചു വെച്ചു. സ്തോത്രം. നമ്മൾ വചനം വായിക്കല്ലേ, ആരാ കയ്യിൽ നിന്ന് എടുത്തു കളയുന്നേ? കരത്തിൽ വരച്ചിരിക്കുകയാണെന്ന ഭക്തനായിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞത്. അങ്ങനെ ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത വിധത്തിൽ
അവൻ കരത്തിൽ അടയാളം. അപ്പോൾ ഈ വടി അകത്തിരിക്കുമ്പോൾ ഇനിയും ഒരു സാധ്യതയും ഇല്ലെന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. വാതിൽ തുറക്കുമ്പോൾ ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതുമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പൂത്ത് കായ്ച്ച് ഫലം പുറപ്പെടുവിക്കുന്നതായി നിൽക്കുമ്പോൾ മോശ കണ്ടു ഭയപ്പെട്ട് കാണും. അഹരോൻ കണ്ട് ഭയപ്പെട്ട് കാണും. ജനസമൂഹം കണ്ട് ഭയപ്പെട്ട് കാണും. അവരോടും പറഞ്ഞില്ലേ, തളിർക്കുന്ന വടിയാണ് അധികാരത്തിന് യോഗ്യൻ. അല്ലെങ്കിൽ അവരുടെ വടിയെ എടുത്തു മാറ്റി അവരുടെ കൂടാരത്തിലേക്ക് മടങ്ങുമ്പോൾ ഇന്ന് പകൽക്കാലം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഉത്തരവായവർ ഇന്ന് പകൽ വെളിപ്പെടുന്ന ഒരു സമയം വരികയോ പൂക്കുന്നതും കായ്ക്കുന്നതും ഫലം പുറപ്പെടുവിക്കുന്ന ഒരു കാലം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് തീർന്നുവെന്ന് വിചാരിക്കേണ്ട. നിന്റെ അകത്തിരിക്കുന്ന വാറ്റപ്പെട്ട് പുറത്തു വരുത്തുക. നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ ഏറ്റെടുക്കുന്ന ഒരു മഹാദൈവമുണ്ട്. അത് തീർന്നു പോയിട്ടില്ല. നിന്റെ ഫലത്തെ പുറപ്പെടുവിച്ച് ജ്ഞാനികൾ ലജ്ജിക്കപ്പെടേണ്ടതിന് അത് വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. ഇന്ന് പകൽക്കാലം ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് പകൽ ഒന്നും കൊണ്ട് ഭയപ്പെടേണ്ടതില്ല. സ്തോത്രം. നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നന്മയ്ക്കായിട്ട് ഒരടയാളം. ഇന്ന് പകൽക്കാലം 11 ഗോത്രക്കാർ നിന്ദിച്ച നിന്നയുടെ ഒരനുഭവം നിൽക്കുന്നത്. 11 വടികൾ നോക്കി നിന്ന് നിന്ദിച്ച നിന്നയുടെ അനുഭവമായി തളർത്തു വരുന്നത്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? തീർന്നു പോയെന്ന് വിധി പറയുന്നത്, എന്റെ വാഗ്ദത്തങ്ങൾ അവസാനിച്ചുവെന്ന് വിധി പറയുന്ന ചില വ്യക്തിജീവിതങ്ങളുടെ ആത്മാവിൽ ഞാൻ ഇടപെടുകയ. തീർന്നു പോയിട്ടില്ല, ഉണങ്ങിപ്പോയെന്ന് വിചാരിച്ചാൽ ഇന്ന് പകൽക്കാലം നിന്റെ അകത്ത് ആ ഫലത്തെ പുറപ്പെടുവിക്കാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായവർ ഇന്ന് പകൽക്കാലം സാക്ഷ്യ കൂടാരത്തിൽ വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. അത് മോശയെ നിരത്തും ഒരടയാളമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ നടുവിൽ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു, എന്റെ ദിവസം, എന്റെ നിർണായക ദിവസം ഏതാന്ന്? ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൂത് പറയാ, നാളെ നിന്റെ നിർണായകത്തിന്റെ പകൽയാമമാ. ഈ കൺവെൻഷന്റെ പ്രഥമ ദിവസം കഴിഞ്ഞ് കൂടാരത്തിൽ മടങ്ങിച്ചെന്ന് ഭവനത്തിൽ ദൈവത്തോട് നിലവിളിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം പലപ്പോഴും കരങ്ങളിൽ വെളിപ്പെടാതിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. എല്ലാ പ്രാർത്ഥനയാലും അപേക്ഷയാലും നൽകിത്തരുക ദൈവം. ഇന്ന് പകൽക്കാലം വാഗ്ദത്തം വെളിപ്പെട്ട ദൈവമേ, ഇന്ന് പകൽക്കാലം ഉണങ്ങിപ്പോയ വടിയിടമേ, അത് തളിർക്കുവാനൊരു കാലമുണ്ടായിരുന്നു, അത് പൂക്കുവാനൊരു കാലമുണ്ടായിരുന്നു, അത് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഭയപ്പെടേണ്ട. അത് പൂത്ത് കായ്ച്ച് ഫലം പുറപ്പെടുവിക്കുക നീ സേവിക്കുന്ന ദൈവം ഇന്ന് പകലും ശക്തനെന്ന് എത്ര പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഒന്നും അവസാനിച്ചതല്ല. അവസാനിച്ചുവെന്ന് വിധി പറയുന്ന 11 ഗോത്രക്കാരുടെ ചോദ്യത്തിന് ഒറ്റ ഉത്തരമായി വെളിപ്പെട്ടത്. അല്ലെങ്കിൽ വടിയെ നീയും ചോദിച്ചില്ലേ, വെട്ടിയെടുത്ത നാടികളെന്റെ പച്ചപ്പ് നഷ്ടപ്പെട്ടതാ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിനെന്നുള്ള ഒറ്റ വാക്ക് നിമിത്തം ഉണങ്ങിപ്പോയതിനെ പുറത്തു വരുത്തിയതുപോലെ ഇന്ന് പകൽക്കാലം ഈ കൂടാരത്തിന്റെ അകത്ത്, ഈ പ്രാർത്ഥന കൂടാരത്തിന്റെ അകത്ത് നിന്ന് ചിലതിനെ ജീവനോടെ പുറത്തു വരുത്തുകയാ. ഇന്ന് പകൽക്കാലം ഏതൊക്കെ ചില വിഷയത്തിന്റെ ഭാരപ്പെട്ട് ഇനിയും മുമ്പോട്ടൊരു വഴിയില്ല, ഇവിടം കൊണ്ട് അവസാനിച്ചു, ഞാൻ ലജ്ജിതനായി തീരുമെന്ന് വിധി പറയുന്ന ചിലവിന് ഇന്ന് പകൽക്കാലം ഫലത്തോടെ പുറത്തു വരുത്തുക. അല്ലെങ്കിൽ ജ്ഞാനികൾക്ക് എന്റെ ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി പറയാം. ഇന്ന് പകൽക്കാലം ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ സ്തുതിക്കുവാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം മോശെ നിന്റെ കരത്തിലിരിക്കുന്നതെന്ന് ഒരു വടി എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ആ വടിയെ ഞാൻ എന്താക്കി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ട്. ഇന്ന് പകൽക്കാലം ശുശ്രൂഷ തീർന്നുവെന്ന്, പ്രാർത്ഥന തീർന്നുവെന്ന്, മുൻപോട്ടുള്ള ജീവിതം അവസാനിച്ചുവെന്ന് വിധി പറഞ്ഞു പിന്മാറുവാനല്ല, പിന്നെയോ മുൻപോട്ട് പോകാ, ഞാൻ നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവമേ, ജീവിതത്തിൽ മുൻപോട്ടുള്ള സകല വഴികളും നിനക്ക് മുമ്പിൽ അടയപ്പെട്ടുവെങ്കിൽ അതിന് ഉണങ്ങിപ്പോയ ഒരു വടിയ ഇനി ഒരിക്കലും മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. സാഹചര്യത്തിന്റെ ചൂടേറ്റ് അടിസ്ഥാനം ഉറപ്പില്ലാത്തത് കൊണ്ട് പലപ്പോഴും ഉണങ്ങിപ്പോയെന്നവര് വേറെ താഴേക്കില്ലാത്തത് കൊണ്ട് ഉണങ്ങിപ്പോയ അവസ്ഥയായിരിക്കാം. ചെത്തി പരിമപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ സൂര്യനെ വൈഭവിച്ചേക്ക് ഇന്നുവരെ സംഭവിക്കേണ്ട ഫലം നിന്നിൽ വെളിപ്പെട്ടില്ലെന്ന് വന്നേക്കാം. എന്നാൽ ഒരു ബദാംബുഷം കുടിച്ചു വെച്ച 14 വർഷം കൊണ്ട് പൂത്ത് കായ്ച്ച് ഫലം പുറപ്പെടുവിക്കേണ്ടതിന് നിലം തൊടാതെ ഒറ്റ ദിവസം കൊണ്ട് ഫലം പുറപ്പെടുവിച്ചത് ദൈവത്തിന്റെ മഹത്വമല്ലോ. ഇന്ന് മുതൽ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, വർഷത്തിന്റെ കണക്കല്ല, സെക്കൻഡ് കൊണ്ട് പ്രവർത്തിപ്പാൻ അത് ലജ്ജിക്കേണ്ടതിന്
ഹല്ലേലൂയ. 14 വർഷം കൊണ്ട് ഫലം പുറപ്പെടുവിക്കേണ്ട ജാഗ്രത വിശുദ്ധയാണ് അവൻ ഒറ്റ ദിവസത്തിന്റെ രാത്രി കൊണ്ട് അവൻ മാറ്റിയതെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവവേദന ഇത്രനാളും വെളിപ്പെടാത്ത ഫലങ്ങൾ ഇന്ന് പകൽക്കാലം രൂപാന്തരപ്പെടാൻ തുടങ്ങുകയാ. ഇന്ന് പകൽക്കാലം അസ്ഥിയോട് ചേരാൻ പോകുകയാ, മാംസത്തോട് ചേരാൻ പോകുകയാ, അതിന്റെ ത്വക്ക് വെടിയാൻ പോകുകയാ, അതിന്റെ രക്തം വെളിപ്പെടാൻ തുടങ്ങുകയാ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ഉണങ്ങിക്കിടക്കുന്ന ചില അസ്ഥിമണ്ഡലങ്ങൾ ഒരിക്കലും ജീവൻ വെടികളെന്ന്, ഒരിക്കലും സാദൃശ്യം ഉണ്ടാകുകയെന്ന്, ഒരിക്കലും വെളുന്നത്തിൽ നിൽക്കുകയെന്ന് വാദിക്കുന്ന ചില അസ്ഥിമണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മമണ്ഡലത്തിൽ ജീവന്റെ ചൈതന്യത്തോട് പുറത്തു വരുവാൻ തക്കവെന്ന് അവന്റെ പദ്ധതിയുടെ കരം ആത്മമണ്ഡലത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഓരോന്നും വീണത്തിയ ഇന്ന് പകൽക്കാലം ഇവിടെ വീഴുവാൻ എത്ര ദൈവജന പ്രാർത്ഥനയിൽ പോരാണ്. കർത്താവ് എന്റെ മേൽ തീയെന്ന് പകരണമേ, ഇന്ന് പകൽക്കാലം എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് പറയുക എത്ര പ്രിയപ്പെട്ടവർ തയ്യാറാകും. ഇന്ന് പകൽക്കാലം മോശയുടെ കരത്തിലിരുന്ന വടിയെ മാന്യത അണിയിച്ചുവെങ്കിൽ, മോശയുടെ കരത്തിലിരുന്ന വടി സകലർക്കും ഒരു ഉത്തരമായെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ശുശ്രൂഷ മുഖാന്തരം ചില ഉത്തരങ്ങൾ വെളിപ്പെടുക, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന, ചോദിക്കുന്ന, അല്ലെങ്കിൽ നിനക്കെതിരെ പോരാടുന്ന ചില വ്യക്തികൾക്ക് നടുവിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയിലൂടെ ഒരു ഉത്തരമായി വെളിപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നാം പ്രതികരിക്കുവാൻ നിന്നാൽ ഒരു പക്ഷേ പ്രശ്നം മൂർച്ചയുള്ളതായി മാറും. അല്ലെങ്കിൽ ഞാനും നിങ്ങളും പ്രതികരിക്കാൻ ഇറങ്ങിയാൽ ഒരു പക്ഷേ സകല വാക്കുകൾക്കും അത് വിരാമത്തിന് കാരണമായി തീരുകയല്ല, ഒരു പുതിയ അഗ്നിപർവ്വതം പൊട്ടിപ്പുകർന്ന പോലെയായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം വിധികർത്താവായി ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും ഉത്തരം കൊടുക്കേണ്ടതില്ല. ഇന്ന് പകൽക്കാലം ദൈവസേന എത്ര പേർ നിലവിളിക്കുന്നുണ്ട്? ഒരു നിമിഷം എല്ലാവർക്കും ദൈവസേനകളിൽ നിൽക്കാം. ഇന്ന് പകൽക്കാലം ഉണങ്ങിയ വടിയുടെ മേൽ ഒരധികാരം വ്യാപരിച്ചപ്പോൾ പല രീതിയിൽ ദൈവം മാനിക്കാൻ എഴുന്നേൽപ്പിച്ചു. വടി പറഞ്ഞ് ഇനിമേൽ എന്നിൽ ഒരു നന്മ പുറപ്പെടുകയില്ല, ഇനിമേൽ എന്റെ പഴയൊരു കായ്വ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്ന തമ്പുരാൻ കുറിച്ചിട്ട് നിന്റെ മേലൊരു വാക്തത്വമുണ്ട്. നീയും പുറപ്പെടുന്ന ഒരു സമയം, നിന്നിലും ഫലം പുറപ്പെടുവിക്കുന്ന ഒരു നാഴികയുണ്ട്. അതെന്റെ ഭക്തനായിരിക്കുന്ന മോശയ്ക്ക് ഒരു അടയാളമായി വെളിപ്പെടുക. എന്റെ ഭക്തനായ മോശയെ ഒരു ദിവസം ജനമെല്ലാം കൂടെ പരിഹസിക്കുന്ന നാഴികയെ അവർക്ക് നിനക്ക് സകലർക്കും ഒരു ഉത്തരമായി നിന്റെ മേലൊരു അധികാരത്തോടെ ഞാൻ ഇറങ്ങുന്ന ഒരു സമയമുണ്ടെന്ന് എത്ര പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ദൈവജനം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വടിയായി നമ്മൾ വായിക്കുന്ന മോശ പർവ്വതത്തിന് പോരുമ്പോൾ ദൈവത്തിന്റെ വടി അവൻ കരങ്ങളിലെടുത്തു. ഇന്ന് പകൽക്കാലം തീർന്നുവെന്ന് വിചാരിച്ച് പലതും നിർത്തി മാറിപ്പോകുന്ന അനുഭവത്തിൽ തീരുവാനല്ല, പുതിയൊന്നിനെ തുടങ്ങുവാൻ, ചില തളിർപ്പുകൾ അതിൽ രൂപാന്തരപ്പെടുവാൻ, ചില ഫലങ്ങൾ അതിൽ നിന്ന് പുറപ്പെടുവാൻ ഇന്ന് പകൽക്കാലം നിന്ദിക്കുന്നവരുടെ നന്മയിൽ അല്ലെങ്കിൽ നന്മയ്ക്കായി പരടയാളമായി വെളിപ്പെടുത്തുവാൻ സേവിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം ചില നാവുകൾ മേൽ തൊടാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ആത്മമണ്ഡലത്തിൽ വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചു. കൂടാരത്തിൽ മടങ്ങി ചെല്ലുന്നതിന് മുമ്പ് സകലതും സാക്ഷാത്കരിക്കുവാൻ കഴിവുള്ള ഒരു മഹാദൈവത്തിന്റെ വിരലടയാളമാണ് ഇന്ന് പകൽക്കാലം മേൽ വെളിപ്പെടുന്നതെങ്കിൽ ഒന്നുമില്ലാത്ത നിർജ്ജനമായ ഭൂമിയിലേക്ക് അവൻ വിളിച്ചു പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായതിന്റെ പരിണത ഫലമായി ആ വെളിച്ചത്തിൽ അവൻ ഇടയായി തീർന്നത് വെള്ളം മൂടിക്കിടക്കുന്ന ഭൂമി വെള്ളങ്ങളെ ഒരു ഭാഗത്തേക്ക് മാറുവാൻ കൽപ്പിച്ചപ്പോഴാണ് അതിന്റെ അകത്ത് പൂവും കായും പുറപ്പെടുന്ന, ഫലം പുറപ്പെടുവിക്കുന്ന അനവധി വിത്തുകൾ മച്ചണമെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രിയവരെ, നിന്റെ അകത്ത് ക്രിസ്തു എന്ന വെളിപ്പെട്ട ഇന്ന് പകൽക്കാലം രൂപപ്പെടാത്ത ഫലങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മമണ്ഡലത്തിൽ തുറന്നു വരുന്ന ഒരു ദിവസം ഈ പകൽക്കാലത്തെ സ്വർഗം കരങ്ങളിലെടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം പ്രകാശിക്കട്ടെ, എഴുന്നേറ്റ് പ്രകാശിക്ക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ മൂടിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഇന്ന് പകൽ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമെന്ന് എത്ര പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? ഇത്രമാം സ്നേഹം ഉയിർക്കൊടുത്തനിക്കായി, ഇത്രമാം സ്നേഹം ഉയിർക്കൊടുത്തനിക്കാൽ മന്നവർ നീക്കാനെഴുതല്ല എനിക്ക്
മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക് തേടി വന്നു ദോഷിയാമെന്നെയും നാഥ തേടി വന്നു ദോഷിയാമെന്നെയും നാഥ ആണിപ്പഴുതുള്ള പാണികളാലേ ആണിപ്പഴുതുള്ള പാണികളാലേ പ്രീണിച്ചാലും ഗ്രഹിച്ചിടുക നിത്യം പ്രീണിച്ചാലും ഗ്രഹിച്ചിടുക നിത്യം തേടി വന്നു എന്നെയും നാഥ തേടി വന്നു എന്നെയും നാഥ ഇത്രമാം സ്നേഹം ഇത്രമാം സ്നേഹം ഉൾക്കൊടുത്തേനിക്കായി മന്നവർണ്ണിപ്പാനെഴുതല്ല എനിക്ക് മന്നവർണ്ണിപ്പാനെഴുതല്ല എനിക്ക് തേടി വന്നു ദോഷിയാമെന്നെയും നാഥ. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗീയ ഞങ്ങളുടെ പിതാവേ, ഇന്ന് പകൽ യാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവിക പാതകൂടത്തിലായി തീരുവാൻ സഹായിച്ചുവല്ലോ. മോശയുടെ കരത്തിലിരുന്ന വടി സകലർക്കും ഒരു അടയാളത്തിനായി മാറിയതുപോലെ ഇന്ന് പകൽക്കാലം ഈ വചനം ഗ്രഹിക്കപ്പെട്ട എല്ലാ ദൈവജനത്തിനും ഒരടയാളമായി മാറുമാറാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ പ്രവർത്തിയാൽ ഇന്ന് പകൽക്കാലം മുടങ്ങിപ്പോയെന്ന് വിചാരിച്ചുകൊണ്ട് സകലതും മതി എന്ന് പറഞ്ഞ് മടുത്തിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവേ പുതിയൊരു കുളിർമ പകർന്ന് അവരെ പിന്നെയും പണിതെടുക്കുമാറാകണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സാഹചര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് സാഹചര്യങ്ങൾക്ക് മുമ്പിൽ വൈഷമ്യതരായി നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ശക്തിയാൽ അവരുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തെ തുടങ്ങണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2019 അവസാന ഈ മാസത്തിന്റെ അവസാന ആഴ്ചകൾക്ക് മുമ്പിൽ അവരുടെ ജീവിതത്തിൽ നന്മയ്ക്കാട്ടടയാളം ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യഹോവയുടെ കേൾവി കേട്ട് ഞാൻ ഭയപ്പെട്ടു. ആണ്ടുകൾ കഴിയും മുമ്പ് നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, യഹോവയാണ്ടുകൾ കഴിയും മുമ്പ് നിന്റെ പ്രവൃത്തിയെ വെളിവാക്കണമേ എന്ന് പ്രവാചകൻ നിലവിളിച്ചതുപോലെ ഇന്ന് പകൽക്കാലം വിളിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ലജ്ജിപ്പിക്കുന്നവർ കണ്ട് ഇന്ന് പകൽക്കാലം നന്മയ്ക്കായിട്ട് ഇന്ന് പകലൊരു അടയാളമായി വെളിപ്പെടുന്ന മഹനീയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ. ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനമുഖത്തങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശുശ്രൂഷ അനുവദിച്ച ഭക്തന്മാരോടുള്ള സകലവിധ സ്നേഹവന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ദൈവത്തിൽ സന്നിധാനിരിക്കും. ദൈവം എന്നെ ധാരാളമായി അനുഗ്രഹിക്കും. എല്ലാവർക്കും തൽസാനികളിൽ പ്രാർത്ഥനയോടെ ഇരിക്കാം. എല്ലാ കണ്ണുകളും ഇന്ന് പകലടയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി അഭിഷക്ത കർത്തൃദാസനോട് നമ്മോട് ഇടപെട്ടല്ലോ. ഇന്ന് പകൽ കേട്ട തിരുവചനത്തിന്റെ മാർമികമായ സത്യങ്ങൾ, പ്രവചനദൂതുകൾ, സ്പർശനീയമായ ആത്മിക ചിന്തകളൊക്കെ അനുഗ്രഹത്തിന് കാരണമായി ഭവിക്കേണ്ടതിനായി ഒരിക്കൽ കൂടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സാക്ഷി കൂടാരത്തിൽ വെച്ച 12 വടികൾ ഒറ്റ രാത്രി കഴിഞ്ഞ് പിറ്റേ പ്രഭാതത്തിൽ ആമൻ മോശ എടുത്തുകൊണ്ട് പുറത്തു വന്നു. മോശ എടുത്ത് പുറത്തു വന്നപ്പോൾ തങ്ങളുടെ വടികൾ ഓരോരുത്തരായി തിരഞ്ഞെടുത്തു. അതിൽ അഹരോന്റെ പേരെടുത്ത് വടി തളർത്തു. വീണ്ടും മോശയോട് യഹോവയായ ദൈവം പറഞ്ഞു, അഹരോന്റെ വടി തിരികെ സാക്ഷികൂടാരത്തിൽ കൊണ്ടുവരണം. എന്തിനു വേണ്ടിയാ? മത്സരികൾക്ക് പെരുപുറത്തവർക്ക് ഒരടയാളമായി ആ വടി തിരികെ കൊണ്ടുവരണം എന്ന് പകൽ ദൈവാത്മാ നമ്മോട് പറഞ്ഞു. മത്സരിച്ചവർക്ക്, പെരുപുറത്തവർക്ക് ഒരടയാളമായി ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങളായി മാറുന്നു. ദൈവം നമ്മുടെ മേൽ കൃപ പകരുന്ന ദിവസങ്ങളായി മാറുന്നു. ഇന്ന് പകൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം അധികാരം പ്രാപിച്ചു തീർന്നു എന്ന് വിധി എഴുതിയ സ്ഥലത്ത് നിന്ന് ആരംഭിക്കാൻ
ഇന്ന് പകൽ നമ്മുടെ ശിരസിന്റെ മീതെ ചലിക്കുന്നുണ്ട്. ഈ പകൽ ജയത്തിന്റെ പകൽ തന്നെയാണ്. ഈ പകൽ സൗഖ്യത്തിന്റെ പകൽ തന്നെയാണ്. ഈ പകൽ അവന്റെ അധികാരത്തിന്റെ പകൽ തന്നെയാണ്. അത്ഭുതമാണെങ്കിൽ വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന പകൽ ഐശ്വര്യത്തോടെ, അനുഗ്രഹത്തോടെ, സൗഖ്യത്തോടെ, വിടുതലോടെ നമ്മുടെ ഭവനങ്ങളിൽ ഇടഞ്ഞുവിടുന്ന പകല് എത്ര പേർക്ക് സന്തോഷമുണ്ട്. വലിയ കൊള്ള കണ്ടുകിട്ടിയവർക്കുണ്ടാകുന്ന ആത്മീക സന്തോഷത്തോടെ എഴുന്നേൽപ്പാൻ സ്വർഗം നമ്മെ സഹായിക്കുന്ന വിധങ്ങൾക്കായി ഒരിക്കൽ കൂടെ ആ തരങ്ങൾ തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. അസ്ഥികളെ ജീവിപ്പിച്ച് നികുതന്മാരെ എഴുന്നേൽപ്പിച്ച് സൈന്യമാക്കി മാറ്റിയ അവന്റെ കാര്യം ഇന്ന് പകൽ നമ്മുടെ ശ്ലേഷണവിടെ ചലിക്കുന്ന വിശ്വസിക്കുന്നവർ ആ തരങ്ങൾ തുറന്ന് അല്പസമയം കൂടെ നാഥനാരാധന ഏർപ്പിച്ച് വെളിപ്പെട്ട വചനം, അതിന്റെ അധികാരം, അതിന്റെ ദൂതുകൾ എല്ലാം അക്ഷരം പറഞ്ഞു നിറവേറ്റാൻ ശക്തനായ നമ്മുടെ നടുവിലുണ്ടല്ലോ. എല്ലാ നിലകളിലും അനുഗ്രഹത്തോടെ ദൈവം നമ്മെ പറഞ്ഞിരിക്കുന്നു. ഈ 2019 വർഷത്തിന്റെ പര്യവസാന ദിവസങ്ങളിൽ നമ്മുടെ കർണപടങ്ങളിലേക്ക് നിബന്ധിക്കുന്ന വചനത്തിന്റെ ചിന്തകൾ, അവന്റെ ദൂതുകൾ, ദൈവം പകരുന്ന പ്രവചന ദൂതുകൾ എത്രയോ ശ്രേഷ്ഠമാണ്. ദൈവം നമ്മോട് പറഞ്ഞു, അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. ബലഹീനമാണെന്ന് പറയുന്നതിന് നടുവിൽ തന്റെ ശക്തി പകർന്ന സ്വർഗം നമ്മെ എഴുന്നേൽപ്പിക്കാൻ ശക്തനാണ്. ഇതിന്റെ പകൽ അതുകൊണ്ട് അധികാരത്തോടെയാണ് നാം മടങ്ങിപ്പോകുന്നത്. പ്രത്യാശയോടെയാണ് നാം മടങ്ങിപ്പോകുന്നത്. നിറവോടെയാണ് മടങ്ങിപ്പോകുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്തദാസൻ ഇന്ന് പകൽ ശക്തിയോടെ, ദൈവവചനത്തിന്റെ വെളിപ്പാടോടെ, പ്രവചനാത്മാവോടെ, അഭിഷേകത്തോടെ നമ്മുടെ നടുവിൽ ഉപയോഗിച്ചല്ലോ. ദൈവദാസിയും തങ്ങൾക്ക് ദാനമായി കൊടുത്ത കുഞ്ഞിനെയും അവരുടെ ശുശ്രൂഷകളെയും ഒക്കെ ദൈവങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കടന്നു വന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന സുവിശേഷ മഹായോഗത്തിനായി സ്തോത്രം ചെയ്യാം. സഭാവിന്റെ രാത്രിയാണല്ലോ അഭിഷേകത്തെ കർത്തൃദാസന വചനത്തിന്റെ അകമ്പടിയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ എഴുന്നേൽപ്പിക്കേണ്ടതിനായി, ദേശത്തിന് കടന്നു വരുന്ന നമുക്കെല്ലാം അനുഗ്രഹമായി തീരേണ്ടതിനായി ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും ഒരുമിച്ച് ആത്മനിയോഗത്തോടെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവിൽ അനുഗ്രഹിക്കുന്ന ദൈവദാസൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഈ പകൽ സെക്ഷന് നമുക്ക് വിരാമം കുറിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്തദാസൻ ജോജോ മുന്നോട്ട് കടന്നു വരികയും പ്രാർത്ഥിക്കുകയും അനന്തരമായി ആശീർവാദം പറഞ്ഞ് പ്രത്യാശയോടെ ഈ പകൽ പിരിയാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സുവിശേഷ മഹായോഗത്തിന്റെ 2ാം ദിന പകൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പ്രാർത്ഥനയോടെ, ധ്യാനത്തോടെ ഇരുന്ന ഈ വേളയിൽ കർത്താവെ, അങ്ങയുടെ അഭിഷിക്തനിലൂടെ ഞങ്ങളോട് സംസാരിച്ച അങ്ങയുടെ എല്ലാം നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ശബ്ദത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ ശബ്ദത്തിന് മുമ്പിൽ, വചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുകയാണ്. കർത്താവെ, ഇന്ന് പകൽ ഞങ്ങളെ അവിടെ നിന്ന് ആശീർവദിക്കണമേ. ഞങ്ങളുടെ എല്ലാ നിരാശകളും, എല്ലാ പ്രത്യാശയില്ലാത്ത അനുഭവങ്ങളുടെ മേലും കർത്താവ് അവിടുന്ന് പ്രത്യാശ തന്നതിന് ഒരിക്കൽ കൂടെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മോശ പറഞ്ഞ വാക്കിന് മുമ്പിൽ അങ്ങ് അത്ഭുതങ്ങളെ ചെയ്തെങ്കിൽ അവർ എന്നെ വിശ്വസിക്കാതെ, എന്റെ വാക്ക് കേൾക്കാതെ യഹോവ പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയുമെന്ന് പറഞ്ഞ വാക്കിന് മുമ്പിൽ അങ്ങ് അത്ഭുതങ്ങൾ, അടയാളങ്ങളായി കർത്താവെ അംഗപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ വിശ്വാസം ഈ ദേശത്തിന് മുമ്പിൽ, ഞങ്ങളായിരിക്കുന്ന മേഖലയിൽ കർത്താവെ അത് ശക്തിയോടെ വെളിപ്പെടേണ്ടതിന് അങ്ങയുടെ അത്ഭുതങ്ങളും അങ്ങയുടെ അടയാളങ്ങളും ഞങ്ങൾ കൃത്യമായി ഞങ്ങളോട് കൂടെ ഇരുന്ന് വെളിപ്പെടേണ്ടതിന് വചനത്തിനു മുമ്പ് ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസനെ കർത്താവ് അവിടുന്ന് ഉപയോഗിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ ദാസനെ ശക്തിയോടെ ഇനിയും മാനിക്കുമാറാകണമേ. ആക്കിയിരിക്കുന്ന വേലസ്ഥലങ്ങളിൽ ശക്തമായി കർത്താവ് ഉപയോഗിക്കണമേ. അനേക ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ കർത്താവ് അയക്കണമേ. കുട്ടിനെ കൊടുത്ത് ദാസിക്കായി, കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും അനുഗ്രഹമായി മാറട്ടെ. പ്രത്യേകാൽ ഇന്ന് രാത്രിയിൽ നടക്കുന്ന സുവിശേഷ മഹായോഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വചന ശുശ്രൂഷ അങ്ങയുടെ ദാസനെ ശക്തമായി അങ്ങ് ഉപയോഗിക്കുമാറാകണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. വചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ അങ്ങ് ശക്തമായി ഉപയോഗിക്കണമേ. ദേശത്തോട് കർത്താവ് സംസാരിക്കുമാറാകണമേ. ചിലരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ സ്വർഗം ഇടയാക്കണം. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷ പ്രാപിച്ചതുപോലെ ചിലർ രക്ഷ പ്രാപിപ്പാൻ വചനത്താൽ ചിലരുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കണമേ. കടന്നു വരുന്ന ജനത്തിന് അനുഗ്രഹമാക്കണമേ. അവരുടെ ആത്മീയ ജീവിതം പണിയപ്പെടുവാൻ സ്വർഗം അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. അവരെയും ശക്തമായി ദൈവം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ
തലകളെ വണക്കിയ എല്ലാ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. സമാധാനത്തോടെ ആയിരിക്കാൻ, പ്രത്യാശയോടെ, വിടുതലോടെ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്രകാരം ശുശ്രൂഷകളെ ഒരുക്കിയ ഈ വാത്സല്യ ഭവനത്തെ, ഇവിടുത്തെ പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരനെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ് ഈ ഭവനത്തെ മാനിക്കണമേ, സ്ഥിതികളെ മാറ്റണമേ. എന്നെ മാനിക്കണമെന്ന് ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ ദൈവമേ, ഈ ഭവനത്തിന്റെ സ്ഥിതികൾ ദേശം കാണുക, മലമേലിരിക്കുന്ന പട്ടണം പോലെ ശോഭിക്കപ്പെടുവാൻ സ്വർഗം അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദത്തോടെ കടന്നു പോകാം. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് നാം പ്രാർത്ഥിച്ച സകല വിഷയത്തോടുകൂടെ, രാത്രി നടക്കുന്ന സുവിശേഷ മഹായോഗത്തോടുകൂടെ, കർത്താവിന്റെ വിശുദ്ധന്മാരോടുകൂടെ, കർത്താവിന്റെ മേഘപ്രത്യക്ഷവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വരണമേ.